ത്രിയേക ദൈവത്തിൻ്റെ വന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്യനായ റമ്പാച്ചി, സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, വിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്നതോടൊപ്പം ദൈവസന്നിധാനത്തിങ്കിൽ അടുത്തു വന്ന് സ്വർഗീയ ആരാധനയിൽ ആ പരിശുദ്ധനോടും മറ്റു വിശുദ്ധാന്മാരോടും ശുദ്ധിമതികളോടുമൊപ്പം നമ്മൾ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് വായിച്ചു കേട്ടതായ വിശുദ്ധ ഏവങ്കേലിയൻ ഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ സുവിശേഷം 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. ഈ വായനാഭാഗം മുൻകാലങ്ങളിൽ, അതായത് പുതിയ ഏവങ്കേലിയനും മുമ്പുള്ള സമയങ്ങളിൽ വർഷങ്ങളോളം വായിച്ചിരുന്ന ഭാഗമാണ്. വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ്റെ ജനന ദിവസം, അതായത് കഴിഞ്ഞ ഞായറാഴ്ച വായിച്ചതാണ്. അന്ന് നമ്മുടെ സഭ ശിശുദിനമായി കൊണ്ടാടുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ വായിച്ചിരുന്ന ഒരു ഏവങ്കേലിയൻ ഭാഗമാണിത്. വേറെയുമുണ്ട്, 3 ഉണ്ടല്ലോ. അതിലൊന്നാണ് പ്രഭാതത്തിൻ്റെ വായനയിലുള്ള ഏവങ്കേലിയനാണ്. അവിടെ പറയുന്നത്, കർത്താവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ ചെന്ന സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരായിരിക്കും എന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് കർത്താവ് പറയുന്ന മറുപടി, ഒരു ശിശുവിനെ അടുത്ത് നിർത്തി ഉയർത്തിപ്പിടിച്ച് പറയുകയാണ്, ഈ ശിശുവിനെ പോലെ തിരിഞ്ഞ് നിങ്ങൾ മനസ്സ് രൂപാന്തരപ്പെടുമെന്ന് പറയണം. അവിടെ പറയുന്നത് കേട്ട്, യേശു ഒരു വൈദ്യനെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് പൈതങ്ങളെ പോലെ ആയിത്തീരുന്നു സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ശിശുക്കളുടെ മനസ്സും ബുദ്ധിയുമാണെന്ന് നമ്മൾ പലപ്പോഴും പറയും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ സമൂഹത്തിൽ അവർക്ക് അപ്പം തോന്നുന്ന കാര്യങ്ങളൊക്കെ വിളിച്ച് പറയും. പറഞ്ഞ് സമൂഹത്തിനും കുടുംബത്തിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ശിശുക്കളെ പോലെ ആയിത്തീരാനല്ലേ കർത്താവ് പറഞ്ഞത് എന്നാണ്. ശരിയാണ്, ശിശുക്കളെ പോലെ ആയിത്തീരാനാണ് കർത്താവ് പറഞ്ഞത്. ആ കർത്താവ് തന്നെ പിന്നെയും പറയുന്നുണ്ട്, നിങ്ങൾ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കണം. ഇതിനെക്കുറിച്ച് ഒരിക്കലും ഒരു ആൾ പറയുന്നത് കേട്ടു, ശ്രേഷ്ഠനായ വ്യക്തി പറയുന്നത് കേട്ടു, പാമ്പിനെ പോലെ ബുദ്ധി എന്ന് പറയുമ്പോൾ എൻ്റെ സൂത്രപ്പണി വക്രബുദ്ധിയൊക്കെയാണെന്നാ വിചാരിക്കുന്നത്. അങ്ങനെയല്ല. അതുകൊണ്ടാണ് താഴെ കർത്താവ് എടുത്തു പറഞ്ഞത്, ഞാനും നിങ്ങളും അങ്ങനെ വ്യാഖ്യാനിക്കാതിരിക്കാനും കൂടെ ആയിരിക്കണം. പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരായിരിക്കാൻ പറഞ്ഞത്. 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ശിശുവിൻ്റേതായ നിർമ്മലമായ മനസ്സ്, നിർമ്മലമായ ചിന്ത, ഒപ്പം ജാഗ്രതയുള്ളത്. കർത്താവ് എപ്പോഴും നമ്മളോട് പറയുന്നത്, ജാഗ്രതയുള്ള ചിന്താഗതി, ജാഗ്രതയുള്ളതായ മനസ്സ്, ഉണർവുള്ള മനസ്സ്, ഉത്സാഹമുള്ള മനസ്സ്, അങ്ങനെ ഇരിക്കുവാനായിട്ടാണ് കർത്താവ് പറയുന്നത്. അതേസമയം നമ്മൾ നിഷ്കളങ്കമായ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം പ്രത്യേകം ചിന്തിക്കണം എന്നുള്ള കാര്യം കർത്താവ് പറയുന്നു. ഈ 3 കൂട്ടം കാര്യങ്ങളും കൂടെ ചേർത്ത് ചിന്തിച്ചാൽ മാത്രമേ ഇത് ശരിയാവുകയുള്ളൂ. നിഷ്കളങ്കമായ ഒരു ജീവിതമാണ് എൻ്റെതെന്നും പറഞ്ഞ് എനിക്ക് പറയാനുള്ളത് ഞാൻ തുറന്നു പറയും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തുറന്ന് പലതും പറയുമ്പോൾ പറയേണ്ടതായിട്ട് പറയുന്നെങ്കിൽ അത് പിന്നെ സമൂഹത്തിന് പ്രശ്നമായിരിക്കും. അപ്പോൾ ചിന്തിക്കേണ്ടത് സമൂഹത്തിനും ദൈവരാജ്യമോഹത്തിനും ചേർന്നതാണ്. മറച്ചു വയ്ക്കാനല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നാം പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ്. സ്നാപകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം. സ്നാപകൻ ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരോടും ഡോക്ടർമാരോടും ചോദിച്ചാൽ അറിയാം, അമ്മയുടെ ഉദരത്തിൽ 6 മാസം പ്രായമായാൽ തൻ്റെ അടുത്ത് വരുന്ന ആൾ കുഞ്ഞിനെ മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. ഇവിടെ ആ എലിസബത്തിൻ്റെ ഗർഭപാത്രം ശുദ്ധവും നിർമ്മലവുമായിരുന്നു. അവിടെയാണ് യോഹന്നാൻ വന്നത്. അവിടുന്ന് യോഹന്നാൻ സ്നാപകൻ കണ്ടു താൻ മുന്നോടിയായി പോകേണ്ട ആളുടെ അമ്മയെ. ആ ഉദരത്തിൽ കർത്താവ് പിറന്നിരിക്കുന്നത് അവൻ കണ്ടു തുള്ളിച്ചാടുന്നു. നിർമ്മലതയാണ്, രണ്ടും നിർമ്മലത ഒന്നിച്ചു കൂടിയതാണ് അവിടെ നാം കാണുന്നത്.
ഈ അടുത്തിടെ വായിക്കുകയുണ്ടായി, ഹിമാലയത്തിൽ മാനസ സരസിൽ അവിടുത്തെ വെള്ളത്തിനുള്ള പ്രത്യേകത പറയുകയുണ്ടായി. അവിടുത്തെ വെള്ളം താഴേക്ക് നോക്കിയാൽ അടിത്തട്ട് വരെ കാണുവാൻ കഴിയും. നമ്മൾ പണ്ടൊക്കെ നമ്മുടെ കിണറിനെ കുറിച്ച് അമ്മച്ചിമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടുത്തെ വെള്ളമെന്ന് പറഞ്ഞാൽ കണ്ണീർ തുള്ളി പോലെ നിഷ്കളങ്കമായി എല്ലാം കാണാൻ പറ്റും. പക്ഷേ എല്ലാ വെള്ളവും അങ്ങനെയാണ്, മാനസരസിൽ മാത്രമല്ല. എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തി ദോഷം കൊണ്ട് ആ വെള്ളം അശുദ്ധമാവുകയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം. മാനസരസും കുറേ കഴിയുമ്പോൾ അവിടെ അങ്ങനെയാണ്. കാരണം നമ്മളത് പോയി കാണാൻ പോകുമ്പോൾ നമ്മൾ എങ്ങനെ അശുദ്ധമാക്കാനും കൂടി പറ്റുമെന്ന് നോക്കി പഠിച്ചേച്ചേ വരത്തുള്ളൂ. കുറേ കഴിയുമ്പോൾ അതും കാണാൻ പറ്റാത്ത അവസ്ഥയിലാവും വരും. ഇത് തന്നെയാണ് ഇവിടെ. നിർമ്മലമായ ഗർഭപാത്രത്തിൽ കിടന്ന കുഞ്ഞിന് തൻ്റെ സമീപത്ത് വന്നിരിക്കുന്ന വേറൊരു നിർമ്മല ഗർഭപാത്രത്തിലുള്ള ആ കുഞ്ഞിനെ കാണുവാനും നിഷ്കളങ്കമായ മനസ്സും അതുപോലെ നിഷ്കളങ്കമായ ഹൃദയവുമുള്ളവരുടെ പ്രത്യേകത അത്രമാത്രം ക്ലീനായിരിക്കും. നമ്മുടെ തലച്ചോറിനകത്തൊക്കെ ഇതൊക്കെ പറയുമ്പോഴാണെങ്കിലും നമ്മുടെ മനസ്സിലൊക്കെ കുറേ പേരോടുള്ള വിരോധം, വിദ്വേഷം, മുൻവിധികൾ നമുക്കൊത്തിരി പറയാനുണ്ട്. അതെല്ലാം മാറേണ്ടത് അത്യാവശ്യമാണെന്നുള്ള കാര്യം ഓർക്കുക. ഇത് പറയുമ്പോൾ ഞാനും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയണത്, നിഷ്കളങ്കതയും നിഷ്കപടതയും തമ്മിൽ വ്യത്യാസമുണ്ട്. പലരും പറയും, അയ്യോ കർത്താവ് പറഞ്ഞതുപോലെ മറ്റേ നിക്കോദീമോസിനോട് പറഞ്ഞതുപോലെ ഇതാ ഞാൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കളങ്കമില്ല എന്ന് പറഞ്ഞില്ലേ കർത്താവ് എന്ന് പറഞ്ഞതുപോലെ നിഷ്കളങ്കൻ എന്ന് കർത്താവ് പറഞ്ഞില്ല, നിഷ്കപടവതായാണ് പറഞ്ഞത്. കപടതയില്ലാത്തവൻ കപടതയില്ലാത്ത ഇസ്രായേലിയൻ മനുഷ്യൻ വളർന്നു വരുമ്പോൾ അവന് കളങ്കം ഉണ്ടാവും. നിഷ്കളങ്കൻ നമ്മൾ പറയുന്നത് തെറ്റാണ്. നിഷ്കളങ്കൻ എന്ന് പലരെക്കുറിച്ച് കടന്നു പോയിട്ട് ജീവിച്ചിരുന്ന കാലത്ത് അവരെ ഇഷ്ടം പോലെ തേജോവധം ചെയ്തിട്ട് കടന്നു പോയി കഴിഞ്ഞാൽ അവർ മിണ്ടില്ലല്ലോ എന്നോർത്ത് അവരെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയും നിഷ്കളങ്കനായിരുന്നു എന്ന്. കർത്താവ് യേശു മിശിഹാ അല്ലാതെ വേറെ ആരും നിഷ്കളങ്കരായിട്ടില്ല എന്ന് പ്രാർത്ഥനയിലും വചനത്തിലും പറയുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഓർക്കും. ഈ അടുത്ത കാലത്ത് പലരും പറഞ്ഞു കേട്ടു ബർന്നബാസ് തിരുമേനിയെ കുറിച്ച്. തിരുമേനി ശരിയാണ്, ദൈവത്തിൻ്റെ മുമ്പാകെ സർവ്വവും സമർപ്പിച്ചതായ മനുഷ്യൻ. അദ്ദേഹത്തെ ഫലിച്ചവരും ചീത്ത വിളിച്ചവരും എല്ലാം ഇപ്പം അദ്ദേഹം നിഷ്കളങ്കനാണെന്നാണ് പറയുന്നത്. നിഷ്കളങ്കതയേക്കാൾ നിഷ്കപടതയാണ്. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കളങ്കമില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. കപടതയില്ല എന്ന് കർത്താവ് പറഞ്ഞു. അത് നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ആ അവസ്ഥയിലേക്ക് നാം തിരിയേണ്ടിയിരിക്കുന്നു. ശിശുക്കളെ വിളിച്ചു നിർത്തി പറഞ്ഞതാണ്, ഈ കുഞ്ഞിനെ പോലെ കളങ്കമില്ലാത്ത കപടതയില്ലാത്ത അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും തിരിഞ്ഞു പോകേണ്ടതാണ് എന്ന് പറയുന്നു. മൂന്നാമത് അവിടെ പറയുന്ന കാര്യം, ചിലരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും മനസ്സിലാവില്ല, പറഞ്ഞാൽ തലയിൽ കയറി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പരിശുദ്ധാത്മാവിനെതിരായ പാപം ക്ഷമിക്കപ്പെടുകയില്ല. കർത്താവ് ഭൂതത്തെ അവിടെ പറയുന്നുണ്ട്, ദൈവാത്മാവിൻ്റെ ശക്തിയാൽ ഭൂതത്തെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവിടെ കുറേ പേര് പറഞ്ഞു ഇവൻ ബെൽസബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കി. ദൈവത്തെ ഭൂതത്വം എന്ന് വിളിക്കുന്ന അവസ്ഥയിലെത്തി അവിടെ കൂടിയിരുന്ന ചില മനുഷ്യരുടെ മനസ്സ്. ഞാനും നിങ്ങളും നമ്മുടെ കാര്യസാധ്യത്തിനും വിജയത്തിനും വേണ്ടി നേരായ കാര്യങ്ങളെ മറച്ചു വെച്ച് പ്രവർത്തിച്ചാൽ അത് ദൈവത്തെ ഭൂതത്തോട് സാമ്യപ്പെടുത്തിയ പോലെ ഇരിക്കും. അതുകൊണ്ട് അത് രണ്ടാം മരണമാണ്. അവരോട് പൊറുക്കയില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് മാനസാന്തരത്തിൻ്റെ യാതൊരു അവസ്ഥയും ഇല്ലാതായിത്തീരും. മാനസാന്തരത്തിൻ്റെ അവസ്ഥയിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം നാം പ്രത്യേകിച്ച് പറഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അവരോട് ക്ഷമിക്കപ്പെടുകയില്ല എന്ന്. യാഥാർത്ഥ്യമായി അറിയുകയും തങ്ങളുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി തിന്മ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോട് ക്ഷമിക്കപ്പെടുകയില്ല. കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഭൂതത്തെ പുറത്തായി കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഇവനിൽ ബേൽസബൂലുണ്ട്, ബേൽസബൂലിനെ കൊണ്ട് പിശാചിനെ പുറത്താക്കുന്നു എന്ന്. കർത്താവ് പറയുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ചെയ്ത കാര്യങ്ങൾക്കെതിരായി പറയുമ്പോൾ അത് ദൂഷണമാണ്, പൊറുക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു. നാലാമതായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് എൻ്റെ വാക്ക് ചുരുക്കിക്കൊള്ളാം. ഇവിടെ പറയുന്നതായ ഒരു കാര്യമുണ്ട്, 18-ാം അധ്യായത്തിൽ തന്നെ പറയുന്നതായ ഒരു കാര്യമുണ്ട്. അവിടെ പറയുന്നു, ഈ ചെറിയവരിൽ ഒരുവനെയും നിങ്ങൾ നിന്ദിക്കരുത്.
എന്തെന്നാൽ സ്വർഗത്തിൽ അവരുടെ മാലാഹമാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ചെറിയവർക്ക് മാത്രമല്ലായിരിക്കുമല്ലോ മാലാഹ, എനിക്കും നിങ്ങൾക്കും കാണും. ഇന്ന് കുർബാനയിലും വൈകിട്ടും പോയിരുന്നൊന്ന് ചിന്തിക്കണം. എൻ്റെയും നിങ്ങളുടെയും മാലാഹ. മറ്റുള്ളവരുടെ കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ട, അവരവരുടെ കാര്യം. ഞാൻ എൻ്റെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. എൻ്റെ മാലാഹ എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ചെയ്തികളും ലജ്ജിച്ച് തല താഴ്ത്തുകയാണോ? ഇവിടെ പറയുന്നു, ഈ ചെറിയവരുടെ മാലാഹ എപ്പോഴും സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം കാണുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക എന്ന് കർത്താവ് താക്കീതായിട്ട് പറയുന്നുണ്ട്. ആ മാലാഹ, എൻ്റെയും നിങ്ങളുടെയും മാലാഹ, നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥ പറയേണ്ട മാലാഹ തല കുനിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഉണ്ടാവാതിരിപ്പാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവതമ്പുരാൻ തൻ്റെ അദൃശ്യമായ വളർത്തൽക്കരം നീട്ടി എന്നെയും നിങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.